إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 48-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. കാറ്റും അതുമായി ബന്ധപ്പെട്ട് മഴമേഘങ്ങളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന മഴയെപ്പറ്റി അല്ലാഹു വിശദീകരിക്കേണ്ട ഭാരമായ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് കൃത്യമായ പ്രകടിപ്പിക്കണം. ഏകദൈവ വിശ്വാസത്തിൽ നിലകൊള്ളണം എന്നാണ് അതിന്റെയൊക്കെ പൊരുൾ. നോക്കൂ നിങ്ങൾ. വഹുവല്ലദീ, അവൻ തന്നെയാണ്, അല്ലാഹു തന്നെയാണ്. അർസല റിയാഹ, കാറ്റിനെ അയച്ചവൻ അവൻ തന്നെയാണ്, അല്ലാഹു തന്നെയാണ്. ബുശ്റൻ, ഒരു സന്തോഷ വാർത്തയായി, ഒരു സന്തോഷ വാർത്തയായി കാറ്റിനെ അയക്കുന്നവൻ. ബൈന യദൈ റഹ്മതി, അവന്റെ കാരുണ്യത്തിന്റെ മുന്നിലായി എന്ന് പറഞ്ഞാൽ മഴ വരുന്നതിന് മുന്നിലായി. മഴ അല്ലാഹു അവന്റെ കാരുണ്യമായിട്ടാണ് വിശദീകരിക്കുന്നത്. ആ കാരുണ്യത്തിന്റെ ആ മഴ വർഷിക്കുന്നതിന് മുമ്പായി അതിനൊരു കാറ്റ് വരാനുണ്ട്. ഒരു സന്തോഷ വാർത്തയായി മഴയ്ക്ക് മുമ്പ് വരുന്ന ആ കാറ്റിനെ കുറിച്ചുള്ള വിശദീകരിക്കുകയാണ്. വഅൻസൽനാ മിനസ്സമാഇ മാൻ, അങ്ങനെ ആകാശത്തു നിന്നും മഴ വർഷിക്കുന്നു, വെള്ളം താഴോട്ട് ഒഴുകി വരുന്നു. അല്ലാഹുവാണ് ആ മഴയിറക്കുന്നവൻ. തഖൂറൻ, അതിശുദ്ധമായ വിശുദ്ധമായ അങ്ങേയറ്റം ശുദ്ധമായ ഒരു ജലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. യാതൊരു തരത്തിലുള്ള മായും കലർന്നിട്ടില്ലാത്ത അതിശുദ്ധമായ വെള്ളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴവെള്ളമായി ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറക്കുന്നതെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്ന ആയത്തിൽ കൂടി. ആ മഴ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സന്തോഷവാർത്തയായി നല്ലൊരു കാറ്റ് അടിച്ചു വീശും എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് കൃത്യമായി നിങ്ങൾ ചിന്തിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് കൃത്യമായി നന്ദിയുള്ളവരാകണം. ഒരിക്കലും നിങ്ങൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല. ഇതിന്റെയൊക്കെയും മാലിക്കുൽ മുലൂക്ക്, അത് ആ രാജാധിപത്യം കൈയാളുന്നവൻ അത് അല്ലാഹു മാത്രമാകുന്നു. അതിൽ ആർക്കും തന്നെ അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും തീർത്തും പ്രഖ്യാപിക്കുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.